പ്രൊഫസർ സി രവീന്ദ്രനാഥ് 8 മിനിറ്റ്. 6 മിനിറ്റ് അധികം എടുത്തു. 6 മിനിറ്റ്. സർ, നമ്മൾ കേരളത്തിൻ്റെ ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാന നയത്തെക്കുറിച്ചാണ് ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ നവലിബറൽ നയത്തിൽ ഊന്നി നിന്ന ബഡ്ജറ്റാണ്. ന്യൂ ലിബറൽ പോളിസി ഈ ബഡ്ജറ്റിലൂടെ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അതിൻ്റെ അപകടമാണ് നമ്മളെല്ലാം തിരിച്ചറിയേണ്ടത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ അത് 10 വർഷക്കാലം നവലിബറൽ നയത്തെ ചെറുത്തുകൊണ്ട്, ഫിനാൻസ് ക്യാപിറ്റലിന്റെ തേരോട്ടത്തെ ചെറുത്തുകൊണ്ട് കേരളത്തെ മതനിരപേക്ഷരുടെ പക്ഷത്ത് നിർത്തി നിലനിർത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ അത് മാതൃകയാണ്. കാരണം ലോകത്ത് മുഴുവൻ നവലിബറൽ നയം തകർന്ന് കിടക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ വളരെ അപൂർവം പ്രദേശത്തിൽ മാത്രമേ നവലിബറൽ നയത്തെയും ഫിനാൻസ് ക്യാപിറ്റലിന്റെ തേരോട്ടത്തെയും തടയുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാവുള്ളൂ. ആ ശ്രമം നടന്നത് കേരളത്തിലാണ്. അതെങ്ങനെ എന്നൊന്നും ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ കേരളം തിരിച്ചറിയണം, നവലിബറൽ നയത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ഇവിടെ ഇതാ ഒരു ക്വാണ്ടം ചേഞ്ച് ഉണ്ടാകുന്നു പ്രിയമുള്ളവരെ. അത് നവലിബറൽ നയത്തിലേക്ക് കേരളം വരുന്നു എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിന്റെ അടിത്തറ നവലിബറൽ നയമാണ്. ആ നയം കേരളത്തെ കേരളം അല്ലാതാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ നവലിബറൽ നയത്തിൽ ഊന്നിയ ഈ ബഡ്ജറ്റ് കേരളത്തെ കേരളമല്ലാതാക്കാൻ പോവുകയാണ്. കേരളത്തെ നവലിബറൽ യുക്തിയിലേക്ക് നയിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ നവലിബറൽ യുക്തിയെ മുതലാളിത്ത ലോകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയവർ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. മുതലാളിത്ത ലോകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മുതലാളിത്ത പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് 70കളിൽ നവലിബറൽ നയം കൊണ്ടുവന്നത്. ആ നവലിബറൽ നയം ലോകം തള്ളിക്കളഞ്ഞിരിക്കുന്നു, മുതലാളിത്തം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ നയമാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. ഞങ്ങളുടെ ഈ ശബ്ദം കേരളം കേൾക്കണം. വരാൻ പോകുന്ന അപകടം ഇന്നേ തന്നെ മനസ്സിലാക്കണം. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് എന്ന ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം നവലിബറൽ നയങ്ങളുടെ വക്താവും പ്രയോക്താവുമായിരുന്നു. ആ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയവർ ആ പുസ്തകം ഒന്ന് വായിക്കണേ എന്ന വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ റോഡ് ടു ഫ്രീഡം എന്നുള്ളതാണ്. ദ റോഡ് ടു ഫ്രീഡം. ഓരോ പേജും വായിച്ച ഒരാളാണ് ഞാൻ. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി സ്റ്റിഗ്ലിറ്റ്സ് പറഞ്ഞിരിക്കുന്നു, ഇനി ന്യൂ ലിബറൽ പോളിസിയിലൂടെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, ഒരു സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര അപകടകരമായ അവസ്ഥയിൽ മുതലാളിത്തം വന്നുപെട്ടിരിക്കുകയാണ്. ആ നയമാണ് പ്രിയമുള്ളവരെ ഇവിടെ കേരളത്തിൽ ഈ ബഡ്ജറ്റിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ ലോകം തള്ളിക്കളഞ്ഞ ആ ന്യൂ ലിബറൽ പോളിസി പുതിയ ഒരു തരത്തിൽ ലോകത്ത് കൊണ്ടുവരുവാൻ സാമ്രാജ്യത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നോളജ് ഇക്കോണമി എന്ന് പറയുന്നത്. ഫിനാൻസ് ക്യാപിറ്റലിന് പകരം നോളജ് ക്യാപിറ്റൽ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ന്യൂ ലിബറൽ പോളിസിയെ ലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഔട്ട്ഡേറ്റഡ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ ബഡ്ജറ്റിന്റെ പിന്നിലുള്ള നയം എന്ന് എനിക്ക് സമയമില്ല, ഇത് കഴിഞ്ഞിട്ടാവാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോളൂ. സർ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് അവിടെയുള്ള ആളുകൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ നോളജ് ഇക്കോണമിയാണ് കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന്. അഭിമാനത്തോടു കൂടിയാണ് കഴിഞ്ഞ ഗവൺമെന്റ് അത് നയമായിട്ട് അവതരിപ്പിച്ചിരുന്നത്. ഇത്ര പെട്ടെന്ന് നോളജ് ഇക്കോണമി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ചതുർത്ഥിയായി മാറിയോ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയണത് ശ്രദ്ധിക്കാത്തോണ്ടാ.
ലോകം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാത്തോണ്ട് അങ്ങ് ശ്രദ്ധിക്കാത്തോണ്ടാ. ലോകം, ഞാൻ ഇവിടെ സമയം തരാന്ന് വെച്ചാൽ മണിക്കൂറുകൾ പറയാം. ലോകത്തെ ഞാൻ പറഞ്ഞേക്കൂ, ലോകത്തെ ന്യൂലിബറൽ പോളിസി തകർന്നു കിടക്കുമ്പോൾ, മുതലാളിത്തത്തിന് അതുമായി മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ പുതിയൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അത് നോളജ് ഇക്കോണമിയാണ് എന്നുമ്പോൾ ആ നോളജ് ഇക്കോണമിയിൽ ഞാൻ പറഞ്ഞ കേൾക്കൂ, നോളജ് ക്യാപിറ്റൽ ആണ് അവിടെ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്. കേൾക്കണ്ടോ? നോളജ് ക്യാപിറ്റലാണ് ചൂഷണം. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള എന്ന സങ്കല്പത്തിലൂടെ ഇവിടെ വളർത്തിപ്പിച്ചത് ജ്ഞാനകേരളം, നവകേരളത്തിന്റെ ജ്ഞാനസമൂഹമാണ്. ജ്ഞാനസമൂഹം എന്ന് പറയുന്നത് അറിവിന്റെ സാർവത്രികവൽക്കരണമാണ്. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രീകരണമാണ്, കുത്തകവൽക്കരണമാണ്. അങ്ങേക്ക് മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞത്? ഇത് മനസ്സിലായി? ആ വിഷയം അതാണ്, അവിടെയാണ് ഇത് വ്യത്യാസം. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി എന്താണ് അവിടെ ചെയ്തിരുന്നത് എന്നിന്നും പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രീ മാത്യു നടൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. അത് വിട്ട് അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞു കേൾക്കൂ കുറച്ചു നേരെങ്കിലും. കേരളത്തിലെ ഈ നയം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ സംസാരിക്കപ്പെട്ടതിനെ കുറിച്ച് ഇനി കുറച്ച് വർഷങ്ങൾ കൂടി നിങ്ങൾ ഈ നയമായി മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട്. കേരളം എവിടെ എത്തും എന്ന് ഇപ്പോഴേ എഴുതി വെച്ചോളൂ. അതിന്റെ സൂചനകളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നോളജ് ഇക്കോണമിയിലേക്ക് പോയി നോളജ് ക്യാപിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ നിയോലിബറൽ പോളിസി വീണ്ടും നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാവും. സർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ നയം നടപ്പിലാക്കിയത് ആരാ? സമയമില്ല സർ, ഞാൻ വഴങ്ങുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഞാൻ പറയേക്കൂ, നമ്മുടെ രാജ്യത്ത് ഈ നയം നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1991 ഇന്ത്യയിൽ ന്യൂലിബറൽ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അന്ന് മുതൽ കോൺഗ്രസിന്റെ ഗ്രാഫ് എങ്ങോട്ടാണെന്ന് ഒന്ന് പ്രിയപ്പെട്ട കോൺഗ്രസുകാർ പറയൂ. ഗ്രാഫ് കീഴോട്ടാ. അന്ന് മുതൽ BJPയുടെ ഗ്രാഫ് മുകളോട്ടാ. PM ശ്രീ ഒപ്പിടാനുള്ള അവസരം ഉണ്ടാക്കിയതും PM ശ്രീ എന്ന ആശയം തന്നെ ഈ നാട്ടിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതും 91 നവലിബറൽ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഫാസിസത്തെ വളർത്തും എന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ന്യൂലിബറൽ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കി അന്ന് മുതൽ BJPയുടെ ഗ്രാഫ് മുകളിലോട്ടാ. നിങ്ങൾ ഇന്ന് നവലിബറൽ സാമ്പത്തിക നയത്തെ എതിർത്താൽ മാത്രമേ BJPയെ മറിച്ച് അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. ഒരു സംശയവും ആർക്കും വേണ്ട. സർ ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു അക്കാഡമിക് കാര്യമാണ് പറയണത്, അത് കേട്ടൂടെ? അപ്പോ അതുകൊണ്ട് സർ ഈ നിയോലിബറൽ പോളിസി അത് കേവലം ഒരു സാമ്പത്തിക പരിഷ്കാരം മാത്രമല്ല, അത് മുതലാളിത്ത പുനർനിർമ്മാണമാണ്. കെയ്ൻസും ആഡം സ്മിത്തും വിഭാവനം ചെയ്ത മുതലാളിത്തത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുതലാളിത്ത തലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അതിന്റെ ഉള്ളിൽ ഫാസിസ്റ്റ് ചിന്തയുണ്ട്. മുതലാളിത്ത പുനർനിർമ്മാണം എന്ന ന്യൂലിബറൽ പോളിസിയുടെ ഉള്ളിൽ ഒരു ഫാസിസ്റ്റ് ചിന്തയുണ്ടെന്ന് തിരിച്ചറിയൂ. ആ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. ഇതാരാ പറഞ്ഞത്? ഇപ്പോ സി രവീന്ദ്രനാഥനല്ല, പറഞ്ഞ ഒരാളുണ്ട്. അത് യാനിസ് വാറൂഫാക്കിസ് എന്ന് പറയുന്ന ആള് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ടൊന്ന് കേൾക്കണം. അതിന്റെ തലക്കെട്ട് എന്താണോ? ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം. നമ്മൾ തിരിച്ചല്ലേ കേട്ടേക്കണത്? ക്യാപിറ്റലിസം വാട്ട് കിൽഡ് ഫ്യൂഡലിസം അതല്ലേ കേട്ടിരിക്കുന്നത്? ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്നുള്ളതാണ്. ക്യാപിറ്റലിസത്തെ തകർത്തുകൊണ്ട് ഫാസിസം കടന്നു വരികയാണ്. ഇത് ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ക്യാപിറ്റലിസത്തെ തകർത്തുകൊണ്ട് ഫ്യൂഡൽ അംശമുള്ള ഫാസിസം കടന്നു വരികയാണ്. അത് ഇന്ത്യയിൽ വർഗീയത വളരാനുള്ള കാരണം, ഫാസിസം വളരാനുള്ള കാരണം അതിന്റെ പിന്നിൽ നയമാണ്. ഇത് കേരളവും ഭയപ്പെടണം. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരം, കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം, ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നതാണ് ന്യൂലിബറൽ പോളിസി എന്ന് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ലോക ചരിത്രം. അതിനാണ് ഈ പുസ്തകം, ഞാൻ പറഞ്ഞ പുസ്തകം ഒന്ന് വായിക്കണേ, ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കൂ. ആ പുസ്തകത്തിന്റെ പേരാണ് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ്. ഞാൻ ഇല്ല സാർ, ഒരു മിനിറ്റ്. 6 പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം. ഇനിയില്ല 6 പോയിന്റ്. ഈ ബഡ്ജറ്റിന്റെ മൂല്യബോധവും തിക്തഫലങ്ങളും ഞാൻ പറയാം.
നിയോലിബറൽ പോളിസിയാണ് എന്നുള്ളത്. ഒന്ന്, അപകടകരമായ സ്വകാര്യവൽക്കരണം കേട്ടിട്ടുണ്ടാവും. തോമസ് പിക്കറ്റിയുടെ പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ലോകത്ത് സ്വകാര്യവൽക്കരണത്തിലൂടെ ദാരിദ്ര്യം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പുസ്തകത്തിന്റെ പേജും ഒക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ സർ, മറ്റൊരു പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയവരും അവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിന്റെ പുസ്തകത്തിന്റെ പേര് ദ ഗ്രേറ്റ് ഡിവൈഡ്. ഒന്ന് കേൾക്കണേ, ദ ഗ്രേറ്റ് ഡിവൈഡ്. ലോകത്തെ കുറിച്ച് സ്റ്റിഗ്ലിറ്റ്സ് പറയും ദ ഗ്രേറ്റ് ഡിവൈഡ്. ലോകത്ത് വലിയ അസമത്വം വരികയാണ്, കാരണം ന്യൂലിബറൽ പോളിസിയാണ്. ആ പോളിസി ഇവിടെ വരും. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ അസമത്വം വർദ്ധിക്കും, ദാരിദ്ര്യം വർദ്ധിക്കും, കേരളത്തിലെ പ്രശ്നങ്ങൾ. ഒന്ന്. രണ്ട്, സ്വകാര്യവൽക്കരണത്തോട് ചേർന്ന ഭൂപരിഷ്കരണം. ഒന്ന് ചേർത്ത് നോക്കൂ. സ്വകാര്യവൽക്കരണത്തോട് ചേർന്ന ഭൂപരിഷ്കരണം. 57 ഭൂപരിഷ്കരണം അല്ലാതെ സ്വകാര്യവൽക്കരണത്തോട് ചേർന്ന ഭൂപരിഷ്കരണം ഫ്യൂഡൽ യുക്തിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകലാണ്. ഫ്യൂഡൽ യുക്തിയിൽ നിന്ന് നവോത്ഥാനത്തിലൂടെ കടന്നു വന്ന കേരളം ന്യൂലിബറൽ പോളിസിയിലൂടെ സ്വകാര്യവൽക്കരണ അജണ്ടയിൽ ഭൂപരിഷ്കരണം നടത്തുമ്പോൾ അത് ഫ്യൂഡൽ കിഫ്റ്റിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പഠിച്ചോളൂ, മനസ്സിലാവും. മൂന്നാമത്തെ കിഫ്ബി ഒഴിവാക്കൽ. സർ, കിഫ്ബി ഒഴിവാക്കാതെ ഫിനാൻസ് ക്യാപിറ്റലിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും. നിങ്ങൾ കിഫ്ബി ഒഴിവാക്കിയാൽ, എഴുതി വെച്ചോളൂ, കിഫ്ബി ഒഴിവാക്കിയാൽ ഫിനാൻസ് ക്യാപിറ്റലിലെ പ്രളയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫിനാൻസ് ക്യാപിറ്റലിലെ പ്രളയം. അവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഉൽപാദന മേഖല തകരും, തൊഴിൽ നഷ്ടം സംഭവിക്കും, ഊഹക്കച്ചവടം വളരും, മദ്യം, മയക്കുമരുന്ന്, പരിസ്ഥിതി തകർച്ച അതൊക്കെ ഉണ്ടാവും. അടുത്ത ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിയും, ദാരിദ്ര്യം വർദ്ധിക്കും. ഒരു 2 പോയിന്റ് കൂടി പ്രധാനപ്പെട്ട. ഒന്ന്, നവലിബറൽ യുക്തിയുടെ വ്യാപനം തീർക്കുന്ന സാംസ്കാരിക അന്തരീക്ഷത്തിൽ വർഗീയതയും ഫാസിസവും വളരും. നവലിബറൽ നയം തീർക്കുന്ന സാംസ്കാരിക അന്തരീക്ഷത്തിൽ വർഗീയതയും ഫാസിസവും വളരും. അതുകൊണ്ടാണ് നവലിബറൽ നയം നടപ്പിലാക്കിയ ശേഷം ഇന്ത്യയിൽ BJP വളർന്നത്. ഇത് കേരളത്തിനും ബാധകമാണ്. എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ ഈ പോളിസിയിലെ ഏതെങ്കിലും ചില ഒരു കൊച്ചു പ്രോജക്റ്റിനെ കുറിച്ചല്ല, അതിന്റെ അടിസ്ഥാന പോളിസിയിൽ ഈ സാംസ്കാരിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് വർഗീയത, മതനിരപേക്ഷ കേരളം എന്നത് മാറി വർഗീയത വളരുന്ന ഒരു കേരളമായിട്ട്. അവസാനം, കേന്ദ്ര നയം ഇത് തന്നെയാ. നിങ്ങളുടെ നയം അത് തന്നെയാ. അതുകൊണ്ട് എന്റെ കേന്ദ്ര നയത്തോട് യാതൊരു എതിർപ്പില്ല. ഏതെങ്കിലും കേന്ദ്ര നയത്തോടെ എതിർത്തി ബഡ്ജറ്റിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും വേണ്ടിയിട്ടില്ല. കേന്ദ്ര നയത്തെ എതിരില്ല. അതുകൊണ്ട് കേന്ദ്രത്തിനും എതിരില്ല. വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒറ്റ കാരണം, ന്യൂലിബറൽ പോളിസിയാണ്. ആ പോളിസിയിൽ നിന്നും മാറണം. 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറുത്തു നിന്നതുപോലെ ഫിനാൻസ് ക്യാപിറ്റലിലെ തേരോട്ടത്തെ ചെറുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിനോട് വിയോജിപ്പുണ്ട്.